തമിഴ്നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു രാഷ്ട്രീയ യോഗം. പാദയാത്ര കഴിഞ്ഞിട്ടും കാത്തിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് കാമരാജ് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ 4 വരികളുണ്ട്. നേരമോ പാതിരൈ, മാതമോ മാർഗഴി, നീങ്കടോ നിത്തിരൈ, ഇനി ഞാൻ എന്നെ സ്വർഗനാണ്. അപ്പൊ ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ഞാനും ഇപ്പോൾ. കാരണം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സമയം ഉഷ്ണം ഉള്ള നട്ടുച്ചയാണെങ്കിലും നമ്മളെല്ലാവരും തന്നെ സുഖകരമായ ഒരു കാറ്റിന്റെ തലോടലിൽ പാരാസൈക്കോളജിക്കൽ ഭാഷയിൽ പറഞ്ഞ ഒരു ട്രാൻസിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇവിടെ എന്താണ് പറയേണ്ടത് എന്നുള്ളത് അത് ഞാൻ പറയാൻ വെച്ച 2 കാര്യങ്ങൾ വിജയകൃഷ്ണൻ സാർ പറയുകയും ചെയ്തു. ഒന്ന്, അപൂർവ വൈദ്യൻ എന്ന് പറയുന്ന ആ സംഗതി, രാഗാതിരോഗാനം തുടങ്ങുന്ന, അതുപോലെ തന്നെ കൈപുണ്യം. ഈ 2 വാക്കുകൾ ഞാൻ പറയാനായിട്ട് കരുതി വെച്ചിരുന്നതാണ്. 2 സാറ് കൊണ്ടുപോയി. അപ്പോ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. ഒരേ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാലും ഒരേ തരത്തിലുള്ള റെസിപ്പി ഉപയോഗിച്ചാലും പാകമായി വരുമ്പോഴും അതിനകത്ത് ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഓരോ സാമ്പാറും വ്യത്യസ്തമാണ്. സബി അനാജവും ലിഖാ ഹെ ഖാനെ വാലോം കാ നാം എന്ന് നമ്മൾ കേട്ടു. അപ്പൊ അതേപോലെ ഓരോന്നും വ്യത്യസ്തമാണ്. അതിന് സഹായിക്കുന്ന ഒന്നെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മറ്റൊരു ലോകവുമായിട്ട്, അതർ വേൾഡുമായിട്ടുള്ളൊരു കണക്ഷനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാത്തിലും എല്ലായിടത്തും കുടികൊള്ളുന്ന ദേവിയുടെ ലീലയാണ്, ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അതിന്റെ പിറകിലുള്ള സദാശിവനെ അറിയുന്നതാണ്. നമ്മൾ ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള മഹാദേവനെ അറിയുന്നു. പക്ഷെ ആ മഹാദേവന്റെയും മുകളിൽ അതുക്കും അപ്പുറം അവിടെ മറ്റൊരാൾ നിൽപ്പുണ്ട്, സദാശിവഭാവത്തിൽ നിൽപ്പുണ്ടെന്നാണ്. അപ്പൊ ആ സദാശിവൻ സമയവും വിളയാടുന്ന ഒരാളായിട്ട് ശ്രീജിത്ത് ഡോക്ടറെ കാണാനാണ്, അദ്ദേഹത്തിന് ഞാൻ വൈദ്യൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ എന്ന് പറയുന്ന കേവലമായ പദത്തിന്റെ അപ്പുറം നിൽക്കുന്ന വേദ വിശാരദനായിട്ടുള്ള ഒരാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ ഒരു സദസ്സിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ സ്വാസ്ഥ്യം നമുക്ക് സംഭവിക്കുക. കാരണം ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പഞ്ചഭൂതങ്ങളുടെ പ്രത്യേകമായുള്ള ഒരു ക്രമീകരണത്തിലൂടെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ സ്വാസ്ഥ്യം കടന്നു വരുന്നുണ്ട്. ഓരോ നാഴികയിലും വിനാഴികയിലും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ മഴത്തുമ്പികൾ ഇങ്ങനെ പറക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള നിമിഷമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്നുള്ളൊരു ചോദ്യം, അത് തീർച്ചയായിട്ടും ഒരു വിസ്മയത്തിലാണ് അത് തുടങ്ങിയത്. തിരുവനന്തപുരത്തുള്ള എന്നെ അദ്ദേഹത്തിലൂടെ അനിൽജിയിലൂടെ പരിചയപ്പെടുമ്പോഴൊരു പറഞ്ഞത് ഭ്രാന്തന്മാർ പരസ്പരം ആകർഷിക്കപ്പെടുന്നു. അപ്പൊ ശരിക്കും ലാലേട്ടൻ പറഞ്ഞതുപോലെ മറ്റൊരു മനഃശാസ്ത്രജ്ഞനും കടന്നു പോകാത്ത വഴികളിലൂടെ എന്നുള്ളൊരു പ്രയോഗമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. മറ്റൊരു വൈദ്യനും കടന്നു പോകാത്ത വഴികളിലൂടെ, അപൂർവമായ വഴികളിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരുമാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. കാരണം നമ്മുടെ കർമ്മഘടങ്ങൾ കൊണ്ട് എവിടെയൊക്കെയോ സ്വാംശീകരിക്കപ്പെടുന്ന കർമ്മത്തിൻ്റെതായ ചെറിയ ചെറിയ അഴുക്കുകൾ രോഗങ്ങളായിട്ട് വരുമ്പോൾ അതിന് നമുക്ക് വന്ന് പറയാനായിട്ട് ഒരാളുണ്ട്. മഹാദേവൻ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യക്ഷമാകുമായിരിക്കും. മാണിക്യവാസകളുടെ മുമ്പിൽ വന്നതുപോലെ നമ്മളും അങ്ങേയറ്റം പ്രാർത്ഥന ചെലുത്തിയാൽ അദ്ദേഹം വരും. അതല്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു രൂപത്തിൽ അദ്ദേഹം നമ്മുടെ അടുത്ത് ഒരാളിനെ കൊണ്ടെത്തിച്ചു തരും. അദ്ദേഹമാണ് ശ്രീജിത്ത് ഡോക്ടർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആര്യദത്തം എന്നുള്ള പേര് കുറെ വർഷങ്ങൾക്ക് ശേഷം അത് ദൈവദത്തം എന്നായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.